അയ്യ വണക്കം. നമ്മുടെ നാട്ടിൽ നിരന്തരം കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം പല വഴിക്കും പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നിങ്ങളോട് മാധ്യമങ്ങൾ പറയാതെ പോയ നല്ല യമണ്ടൻ കുറച്ച് വാർത്തകളുണ്ട്. അതിലൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ദീപാവലി ദിനത്തിൽ 120 കേന്ദ്രങ്ങളിലാണ് അല്ലെങ്കിൽ 120 ഇടങ്ങളിലാണ് ജമ്മു കാശ്മീർ അടക്കമുള്ള 120 പ്രദേശങ്ങളിലാണ് ഭീകരവാദികൾ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നത്, സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നത്. IEDകളൊക്കെ തയ്യാറാക്കിയവന്മാർ വച്ചിരുന്നു. ഈ 120 പദ്ധതികളും കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സേനയും ഇൻ്റലിജൻസ് വിഭാഗവും തകർത്തു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ വാർത്തയായിട്ട് ചിലപ്പോൾ തോന്നില്ല, പക്ഷേ ഇതൊരു വലിയ വാർത്തയായിട്ട് നമുക്ക് തോന്നണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 120 പദ്ധതികളും ഇവർ തകർത്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം തകർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ 120 സ്ഥലങ്ങളിൽ സ്ഫോടനം നടക്കുകയും വലിയ രീതിയിൽ ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 120 ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഇവരിടുമ്പോൾ 119 എണ്ണം നമ്മളെ ഇൻ്റലിജൻസ് തകർത്തു. അതിൽ ഒരെണ്ണം വിജയിച്ചു. അങ്ങനെ ഒരെണ്ണം വിജയിച്ചാലും അത് ഭീകരവാദികളുടെ 100% വിജയമായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കും. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ കണക്കാക്കും. പിന്നെ മാധ്യമങ്ങൾ മുണ്ടൂരി തലയെ കെട്ടും, രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങും, കലാപത്തിനുള്ള ശ്രമം നടത്തും, ജനങ്ങളെല്ലാം തെരുവിലേക്ക് ഇറക്കാൻ ശ്രമിക്കും, രാജ്യം ഇതാ നശിച്ച് നാറാണകലെടുത്ത് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്യും. അതായത് ഒരെണ്ണം എന്താണ് വിജയിച്ചപ്പോഴാണ് ഈ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ബാക്കി 119 എണ്ണം അവിടെ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം അവർ നിർവീര്യമാക്കിയതിന് അവിടെ യാതൊരുവിധ പ്രസക്തിയും ഇല്ലാതാകും. മറിച്ച് നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് 100% വിജയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 120-ൽ 120 എണ്ണവും കൃത്യമായി അവർ നിർവീര്യമാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാർത്ത വലിയൊരു വാർത്തയായി ആഘോഷിക്കേണ്ടതാണെന്ന്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് ഒരു സ്ഥലത്തും പറഞ്ഞു കാണില്ല. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, എടാ ഇവിടെയുള്ള മാധ്യമങ്ങളിലൊന്നും വരാത്ത വാർത്ത എങ്ങനെയാടാ നിനക്ക് കിട്ടുന്നത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ നാഷണൽ വാർത്തകൾ ഫോളോ ചെയ്യണം. അതിന് പല പല വെബ്സൈറ്റുകളുണ്ട്. നിങ്ങളൊക്കെ നോക്കുന്ന സൈറ്റുകൾ തന്നെയാണ്. ആ സൈറ്റുകളായിട്ടുള്ള പല പല സൈറ്റുകളിലൂടെയും 24 മണിക്കൂർ നമ്മൾ കണ്ണോടിക്കണം. അതായത് വാർത്തയിലൂടെ നമ്മൾ ജീവിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ കണ്ണിൽപ്പെടൂ. പിന്നെ ചെറിയ ഒരു ബുദ്ധിയും ഇത് വിശകലനം ചെയ്യാനുള്ള ചെറിയൊരു മണ്ടയും മാത്രം മതി ഇത് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യം അതിർത്തി കടന്ന് ഒരു അടി നടത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു മാധ്യമം നിങ്ങളോട് പറഞ്ഞോ? പറയില്ല. നമ്മുടെ രാജ്യം മ്യാൻമർ എന്ന് പറയുന്ന തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു വമ്പൻ ഡ്രോൺ ആക്രമണം നടത്തി ഉൽഫ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ സകല കമാൻഡർമാരെയും വധിച്ചിട്ടുണ്ട്. 5 പേരെയാണ് അവിടെ വധിച്ചത്. ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഒളിവിൽ പോയി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ ആയുധങ്ങൾ വിറ്റുപോകാനുള്ള ഒരു ഷോ ഓഫ് കൂടെയായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ ബ്രഹ്മോസ് അടക്കമുള്ള ആയുധങ്ങൾക്ക് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്ന് ക്യൂ നിൽക്കുന്നതും നമ്മൾ സൗദിക്ക് ആയുധങ്ങൾ വിൽക്കുന്നതും. പോരാത്തതിന് ഇനി നമ്മൾ ബ്രഹ്മോസ് വിൽക്കുന്ന രാജ്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് നമ്മൾ പുറത്തുവിടില്ല. നമ്മുടെ ബ്രഹ്മോസ് ഏത് രാജ്യത്തിനാണ് നമ്മൾ കൊടുത്തത് എന്ന് ആ രാജ്യം അവരുടെ ശത്രുക്കൾക്ക് നേരെ അത് അടിക്കുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി. അതാണ് ഇവിടുത്തെ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് അപ്പോൾ പ്രഹരശേഷി കൂടും. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നടന്നത്, അതായത് മ്യാൻമറിൽ നടന്ന കൃത്യമായിട്ടുള്ള അടി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോണിൻ്റെ ഷോക്കേസ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സൈന്യത്തിൻ്റെ കയ്യിലിരിക്കുന്നത്, പ്രധാനമായിട്ടും സൈന്യത്തിൻ്റെ കയ്യിലിരിക്കുന്നത്, അതിർത്തിയിലിരിക്കുന്ന സൈന്യത്തിൻ്റെ കയ്യിലിരിക്കുന്നത് വലിയ AK-47 കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞത് തീരെ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. അവരുടെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഡ്രോൺ കൺട്രോൾ ചെയ്യാനുള്ള പല പല റിമോട്ട് കൺട്രോളുമാണ്. ഒരു വലിയ ഡ്രോൺ സംഘത്തെ തന്നെ, ഒരു സേനയെ തന്നെ, ഒരു സ്ക്വാഡ്രനെ തന്നെ നമ്മുടെ സൈന്യം രൂപീകരിച്ചു കഴിഞ്ഞു. ഇപ്പുറത്ത് പാകിസ്ഥാനും അപ്പുറത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഇതിനെ വിന്യസിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു പരിശീലനം തന്നെയാണ് അവിടെ നടന്നത് എന്നും നമുക്ക് ഈ കാര്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ കലാപം നടത്താനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. അതും നമ്മുടെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്ത് കണ്ടില്ല. അതായത് നേപ്പാളിൽ ജെൻസി പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ കേരളത്തിലെ ഡിസ്കോഡ് വഴി നേപ്പാളിലേക്ക് ആയുധം എത്തിച്ചു കൊടുക്കാമെന്നുള്ളൊരു മെസ്സേജ് ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് കാഠ്മണ്ഡു പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാഠ്മണ്ഡു പോസ്റ്റിൽ പറയുന്നത് ഇവിടെ ഗ്രനേഡ് വിൽപ്പനക്കാരൊക്കെ ഒരുപാടുണ്ട്, ഗ്രനേഡ് വിൽപ്പനക്കാരോട് ഞാൻ എന്ത് ചെയ്യാം, സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിടത്തെയുള്ള ചെറുപ്പക്കാർ കാഠ്മണ്ഡുവിൽ അല്ലെങ്കിൽ നേപ്പാളുമായി ബന്ധപ്പെട്ടു, അവിടെയുള്ള ജെൻസി പ്രൊട്ടസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് അടുത്ത സംഭവം എന്ന് പറഞ്ഞുതരാം. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലം തൊട്ടേ അവിടെ മണിപ്പൂരൊക്കെ അശാന്തമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ ഭരണം കഴിഞ്ഞ് BJPയുടെ ഭരണത്തിൽ ഏറുമ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ബോധോദയം ഉണ്ടാകുന്നത്. BJP ഭരണത്തിൽ, അതായത് നരേന്ദ്രമോദി 2014 ഭരണത്തിലേറി കഴിഞ്ഞ ശേഷം നമ്മുടെ മാധ്യമങ്ങൾക്ക് 2014 അദ്ദേഹം അധികാരത്തിലേറി 2014 അധികാരത്തിലേറി അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങി, ഇവിടെ 15 ലക്ഷം രൂപ എവിടെ പെട്രോളിന് വില കുറച്ചത് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചോദിച്ചു തുടങ്ങി. പക്ഷേ ഈ കലാരൂപങ്ങൾക്കെല്ലാം വംശനാശം
സന്ദേശം വന്നുപോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ബുദ്ധി വികസിച്ചു. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നൊരു സാധനം നരേന്ദ്രമോദി അവതരിപ്പിച്ചു. അതായത് 15 ലക്ഷം രൂപ നരേന്ദ്രമോദി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മോദി പറഞ്ഞിട്ടില്ല. ആക്ച്വലി സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പണമെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടാൻ പറ്റുന്ന രീതി, അതൊരു 15 ലക്ഷത്തോളം നമുക്ക് ഇടാൻ സാധിച്ചേക്കും. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് ഓരോരുത്തരുടെ വീട്ടിലും നമ്മൾ കയറി ഇറങ്ങി നിരങ്ങി പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും മിച്ചം ഒരു ഡിജിറ്റൽ ഇന്ത്യ അങ്ങോട്ട് അവതരിപ്പിക്കുക. അപ്പം മോദിയുടെ ബൈറ്റ് അതിനകത്ത് കൃത്യമായിട്ട് വരും. ഹിന്ദി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അറിഞ്ഞുകൂടാത്തവന്മാരാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ഉണ്ട്, AI ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഒരു ചെറിയ മുറിവ്, ആ മുറിവിൻ്റെ മുകളിൽ ഒരു വലിയ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചെറിയ മുറിവ് അപ്രസക്തമാകും എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. വികസനം കൊണ്ട് ഇവന്മാരുടെ എല്ലാം അണ്ണാക്കിലടിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനമില്ലാത്ത സംസ്ഥാനങ്ങളായി കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്, അതായത് നമ്മുടെ മദാമയും നമ്മുടെ പപ്പുമോനൊക്കെ ഭരിച്ചിരുന്ന കാലത്താണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിഭീകരമായി ഇവാഞ്ചലൈസേഷൻ നടന്നത്. ആ സംസ്ഥാനത്തെ, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒരു ഇവാഞ്ചലിസ്റ്റ് നേഷൻ ആക്കാനായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ശ്രമം എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള ആൾക്കാരെ സമ്പൂർണ്ണമായിട്ട് മതം മാറ്റുക. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് മതം മാറ്റി കഴിഞ്ഞ ശേഷം ആ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കാതിരിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചിന്തിക്കും? അതായത് ഞങ്ങളുടെ സ്വന്തം രാജ്യത്ത് തന്നെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കിട്ടുന്നില്ല, പിന്നെ ഈ രാജ്യത്ത് കിടന്നിട്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് അവർ ചിന്തിക്കും. അതിനവരെ കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായല്ലോ. ആ പാക് അധീന കശ്മീരിലുണ്ടായ പ്രൊട്ടസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സ്കൂളില്ല, അവർക്ക് റോഡില്ല, അവർക്ക് ആംബുലൻസ് ഇല്ല, അവർക്ക് നല്ല എയർപോർട്ടുകളില്ല. ഞങ്ങൾക്ക് ഇതൊന്നും തരാതെ 70 വർഷമായി ഞങ്ങളെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് ആ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇവരും തെരുവിലിറങ്ങും. ഇവർ വേറൊരു നേഷൻ വേണമെന്ന് പറയും. ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യും? ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചിക്കൻ നെക്കടക്കം മുറിച്ച് ഈ സംസ്ഥാനങ്ങളെ വേറൊരു ഇവാഞ്ചലിസ്റ്റിക് നേഷനാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത്. എന്തോ ദൈവഭാഗ്യത്തിന് 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്ന് അദ്ദേഹത്തിന് ഈ പദ്ധതി അറിയാമായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഇനി ഒരു 20 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 2036 2046 ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ വികസിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിരിക്കും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. അവർക്ക് റോഡ് കൊടുത്തു, അവർക്ക് ട്രെയിൻ കൊടുത്തു. പല ആൾക്കാരും ട്രെയിൻ കാണുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളതാണ്. അപ്പോഴാണ് ഈ മണിപ്പൂർ പ്രശ്നം ഉയർന്നു വന്നത്. ഈ മണിപ്പൂർ, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇവരൊരു ലൂപ്പ് ഹോൾ ഇട്ടേക്കും ഒന്ന് കത്തിക്കാനായിട്ട്. അങ്ങനെ നരേന്ദ്രമോദി വന്നപ്പോൾ മണിപ്പൂർ കയറി അങ്ങ് കത്തിയപ്പോൾ മോദി മിണ്ടാതിരുന്നു. മോദി ഒന്നും മിണ്ടില്ല, മോദി മിണ്ടായിരുന്നു. കുറേ കാലം മോദി മിണ്ടാതിരുന്നു. അതിനുശേഷം കയറി അടിയുടെ ഗോപാല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം കയറി ചാറ അടി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ അടി തുടങ്ങി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷമാണ് അടി തുടങ്ങിയത്. അപ്പോൾ ഇവിടെയുള്ളത് ഗോത്ര വിഭാഗങ്ങളാണ്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഫണ്ട് കൊടുക്കുന്നതാകട്ടെ മ്യാൻമറിൽ നിന്നുള്ള ആൾക്കാർ, ഇവർക്ക് പിറകിലാകട്ടെ ചൈനയെ പോലുള്ള ആൾക്കാർ. ഈ ഗോത്ര വിഭാഗങ്ങളെ അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള പല അവകാശങ്ങളുമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സൈന്യത്തെ അവിടെ ഇറക്കി സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് മണിപ്പൂരിനെ ക്ലീൻ ആക്കി മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് വരികയാണ്. നേരത്തെ പെട്രോളിന് വില കുറയ്ക്കൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു കലാരൂപം എങ്ങനെയാണോ അവസാനിച്ചത്, അതേപോലെ തന്നെ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേര് അവിടെ ശാന്തമായി വരികയാണ്. അപ്പോൾ അവിടെ ശാന്തമായി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉൾഫ എന്ന് പറഞ്ഞൊരു സംഘടന, ഈ ഉണ്ണാക്കന്മാർ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലുള്ള സംഘടനയാണ്. ഈ ഉൾഫ എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്തു? ആ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പുറത്തിറങ്ങിയിട്ട് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് അധികാരത്തിലേറിയപ്പോൾ ഈ ഉൾഫയവുമാരെടുത്ത് പുനരുജ്ജീവിപ്പിച്ച്, അടികൊള്ളാനാണ്, വേറെ ഒന്നിനുമല്ല, അടി കൊണ്ട് ചോര തുപ്പാനായിട്ട് പുനരുജ്ജീവിപ്പിച്ചിട്ട് അങ്ങനെ അവരവിടെ പുനരുജ്ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? അവന്മാരുടെ ഇവിടെയുള്ള സ്ലീപ്പർ സെല്ലുകളും പുനരുജ്ജീവിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ വരും. അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ വരുമ്പോൾ അവിടെയുള്ളവന്മാർ പറഞ്ഞാൽ അവന്മാരുടെ പല മോഡ്യൂളുകളും ഇവിടെ ഉണ്ടാകും. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു. അവിടെയാണ് മോദിയുടെ ബുദ്ധി എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഇതെല്ലാം നേരത്തെ കണ്ടിട്ട് ഇവന്മാരുടെ മോഡ്യൂളുകളെല്ലാം ഇവിടെ നിർവീര്യമാക്കി. അങ്ങനെ നിർവീര്യമാക്കി ഇവന്മാരെല്ലാം നാട് കടത്തി അടിച്ച് പുറത്താക്കി. എല്ലായിടത്തിനും അടിച്ച് പുറത്താക്കിയപ്പോൾ അതിർത്തിക്ക് പുറത്ത് കിടന്നുകൊണ്ടാണ് ഇവന്മാരുടെ വിളയാട്ടമൊക്കെ നടക്കുന്നത്. പോരാത്തതിന് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള പല ശ്രമങ്ങളും ഇവന്മാർ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒക്ടോബർ 16 തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഒക്ടോബർ 16 ഈ അസം റൈഫിൾസ് എന്ന് പറയുന്ന നമ്മുടെ റൈഫിൾസ് ഉണ്ട്. ആ അസം റൈഫിൾസിൻ്റെ സൗത്ത് അരുണാചൽ പ്രദേശിലെ ചാങ് ലാങ് എന്ന് പറയുന്ന ജില്ലയിലെ ഹെഡ്മാൻ ക്യാമ്പിൽ ഇവന്മാരൊരു ആക്രമണം നടത്തിയപ്പോൾ അവിടെ 2 സൈനികർക്കാണ് പരിക്കേറ്റത്. പിന്നെ പണ്ടത്തെ പോലെ ഈ പരിക്കേറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അടിക്കുന്നൊരു സ്വഭാവമൊന്നുമില്ല. ഏവനാണോ അടിച്ചത്, അവൻ ആരായിരുന്നാലും, അവൻ ഇനി മാമനായിരുന്നാലും മച്ചാനായിരുന്നാലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കയറി മെഴിയിക്കുകയോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർഡർ അമിത്ഷാജിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അമിത്ഷാ ഇത് പറയേണ്ട താമസം. ഒക്ടോബർ 17 കക്കോപാത്തി ക്യാമ്പിൽ അവിടെയും ഒരു ഉൾഫ ആക്രമണം നടന്നു. അത് കഴിഞ്ഞ ശേഷം
പിന്നെ നമ്മുടെ സൈന്യം ചെയ്തതെന്ന് പറഞ്ഞാൽ അസം റൈഫിൾസ് എന്ത് ചെയ്തു, പൂർവാധികം ശക്തിയെടുത്ത് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആധുനിക പരീക്ഷണ ഉപകരണങ്ങൾ, ഡ്രോണുകൾ, ഇൻ്റലിജൻസ്, ഹൈടെക് ടീം ഇതിനെല്ലാം സംയോജിപ്പിച്ച് വിപുലമായ ഒരു കലാപവിരുദ്ധ സ്ക്വാഡ് ഇവരുണ്ടാക്കുന്നു. സ്ക്വാഡ് ഉണ്ടാക്കിയ ശേഷം ഉൾഫയിലെ, അതായത് ചാങ്ലാങ് ജില്ലയിലെ അതിർത്തിയിൽ കിടക്കുന്ന ഉൾഫയുടെ ബേസ് ക്യാമ്പുകൾ ഒരു ദിവസം ഇവന്മാർ കണ്ണിഞ്ഞരടി എണീച്ച് മുകളിലോട്ട് നോക്കിയപ്പം മിന്നാമിനുങ്ങൾ പറക്കുന്ന പോലെയാണ് തോന്നിയത്. പക്ഷേ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മിന്നാമിനുങ്ങല്ല, ഇന്ത്യയുടെ ഡ്രോണാണെന്ന്. ചാറ പറ എന്ന് യുവമാരെ ദേഹത്തും എല്ലാം വന്ന് വീണ് അവിടെ കണ്ടു നിന്ന ആൾക്കാർ പോലും പേടിച്ചുപോയി. അവർ പറയുന്നത് ഇതൊരു മാരകമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു എന്നാണ്. 5 എണ്ണം പടവായി. പോരാത്ത ഇനി യുവമാരുടെ കമാൻഡർ ഏറ്റവും മൂത്ത തലവൻ വലിച്ചു കിടക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വമ്പൻ കലാപശ്രമം, ഈ ഒരു വമ്പൻ കലാപം നടത്തുന്ന ഈ ഒരു ഉൾഫ ടീമിനെ സമ്പൂർണ്ണമായിട്ട് അടിച്ച് തൊലച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മ്യാൻമറിലെ സായുധ സേന അസം റൈഫിൾസ് ഈ 2 കേഡർമാരെ, ഉൾഫയുടെ കേഡർമാരെ മണിപ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിലേക്ക് ഇവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി അവിടെ കലാപം വീണ്ടും ആളിക്കത്തിക്കാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവന്മാർ മണിപ്പൂരിലേക്ക് വന്നത്. അങ്ങനെ മണിപ്പൂരിൽ ഇവന്മാർ വന്നപ്പോൾ അസം റൈഫിൾസ് കൃത്യമായിട്ട്, അതായത് ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ട് ഇപ്പം അസം റൈഫിൾസിനെ അറിയാം. അവന്മാർ കൃത്യമായിട്ട് ഇവന്മാരെ 2 എണ്ണത്തിനെ തൂക്കി എന്നുള്ളത് മാത്രമല്ല, മണിപ്പൂരിലെ ചന്ദേർ ജില്ലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതിർത്തി ജില്ലയാണ്. സാജിക് തസ്നക് പ്രദേശത്ത് നിന്ന് ഒക്ടോബർ 18 ഇതുപോലുള്ള കുറേ എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തു. പോരാത്തതിന് യുണൈറ്റഡ് ട്രൈബൽ വോളണ്ടിയേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നത്. ചക്പിക് റോങ് എന്ന് പറയുന്ന പോലീസ്, ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്, അല്ലെങ്കിൽ ആ പ്രദേശത്തെ പോലീസിന് ഇവന്മാരെ കൈമാറി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കലാപത്തെ, അതായത് ഈ കലാപത്തിന് വന്നവന്മാരെ അസം റൈഫിൾസ് അടിച്ചമർത്തി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 120 ബോംബ് സ്ഫോടനങ്ങൾ എങ്ങനെയാണോ നമ്മുടെ സൈന്യം തകർത്തത്, സമാനമായ രീതിയിൽ കലാപം നടത്താമെന്ന ഇവന്മാരെ അടിച്ചമർത്തുക മാത്രമല്ല ചെയ്തത്, ഇവന്മാരുടെ വിമത ശൃംഖലകൾ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ പിളർത്തി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഓടടാന്ന് പറഞ്ഞു. അങ്ങനെ ഓടടാന്ന് പറഞ്ഞപ്പോൾ ഇവർ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടടാന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരുടെ നേതാക്കന്മാരെല്ലാം ബങ്കറിനകത്ത് പോയി, അതായത് ഒളിവിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു കലാപം പോലും ഇനി നടത്താൻ കഴിയാത്ത, അതായത് പുറത്തുനിന്ന് ഒരു കലാപം നടത്താൻ കഴിയാത്ത രീതിയിൽ, അകത്ത് 100,000 പ്രശ്നങ്ങൾ കാണും, പുറത്തുനിന്നൊരു കലാപം നടത്താൻ കഴിയാത്ത രീതിയിൽ അവിടെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല, ഒരു മാധ്യമങ്ങൾ ഇത് കൊടുക്കാനും പോകുന്നില്ല. കാരണം മാധ്യമങ്ങൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ കള്ളത്തരങ്ങൾ വിളിച്ച് പറയാമോ അത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ഇനി അവന്മാർ കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, കാണാതിരിക്കില്ല. കണ്ടാലും അവിടെയുള്ള ചീഫ് എഡിറ്റർ ചോദിച്ചിട്ട് പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട്, കൊടുക്കട്ടെ, അത് നമ്മുടെ പോളിസിക്ക് വിരുദ്ധമാണ്, അത് കൊടുക്കണ്ട എന്ന് മാത്രമേ ഇവർ പറയാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ അമിത്ഷായുടെ നക്സൽ വിരുദ്ധ പോരാട്ടമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഷാ ഇപ്പോൾ നക്സലുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ കീഴടങ്ങും, അല്ലെങ്കിൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. இந்த മുട്ടിയിലെ സുഹൃത്ത്, இந்த വാനത്തിലെ സുഹൃത്ത്, അതെല്ലാം കിടയാതെ സ്ട്രൈറ്റ് ഹേർട്ടിലോട്ട് സുടും. അങ്ങനെ സുടുമ്പം സുടാന്ന് നീ താഴെ വീഴും. സുടാന്ന് താഴെ വീഴും മുമ്പേ നീ പളവളാന്ന് ഓടി വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യും, പുനരധിവാസം നൽകും. പുനരധിവാസം നൽകിയിട്ട് നിൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളതും എല്ലാ കാര്യങ്ങളും നൽകും. പോരാത്തതിന് നിന്നെ വീണ്ടും ഞങ്ങൾ നിരീക്ഷിക്കും, കാരണം നീ നക്സലാണ്. പുനരധിവാസം നൽകി മക്കൾക്ക് പഠിപ്പ്, നിനക്ക് ജോലി, പോരാത്തതിന് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തരും. മാനം മര്യാദയ്ക്ക് ജീവിച്ചോണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഇവിടെയുണ്ട്. നേരത്തെ സർക്കാർ ഇത് പറഞ്ഞാൽ യവന്മാർ ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ഇത് പറഞ്ഞാൽ യവന്മാരെ പിടുക്ക് വിറയ്ക്കും. അതാണ് കാര്യം. അതാണ് സർക്കാരിൻ്റെ കാര്യനിർവഹണ ശേഷി എന്ന് പറയുന്നത്. യവന്മാർക്കറിയാം ചോദ്യവും പറച്ചിലും ഒന്നും കാണൂല, അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ച് തൊലച്ചിരിക്കും. അതുകൊണ്ട് കീഴടങ്ങുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞ് യവന്മാരെല്ലാം വന്ന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം വലിയൊരു തിരിച്ചടി മ്യാൻമറിൽ ഉൾഫ റീജിയനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ്. അപ്പോൾ ശരി.